ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ എന്താണ് DVR എന്നും എന്താണ് NVR എന്നും നോക്കാം. അപ്പോൾ നിങ്ങൾ ഇത് നെറ്റ്വർക്കിംഗ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിലാണെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇത് CCTV ക്യാമറയുടെ ഒരു സെഷനല്ലേ, എന്തിനും ഞങ്ങളിത് കേൾക്കണമെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു നോർമലി ഒരു നെറ്റ്വർക്ക് ട്രാക്കിൽ പോയി നോക്കുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ ഒരു സെർവർ റൂമിലൊക്കെ പോയി നോക്കുമ്പോൾ അവിടെ ഈ ഒരു നമ്മുടെ ഈ CCTVയുടെ ആ ഒരു എക്യുപ്മെൻറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനകത്തോട്ടൊരു കണക്ഷൻ പോകാതെ അല്ലെങ്കിൽ CCTV അവർക്ക് സർവൈലൻസ് ആക്സസ് ആവാതെ വരുമ്പോഴും നമുക്ക് ആ ഒരു നെറ്റ്വർക്കിൽ ആ ഒരു ഇഷ്യൂസൊക്കെ നേരിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു നെറ്റ്വർക്ക് ടെക്നീഷ്യൻ ആണെങ്കിൽ ഈ ഒരു CCTV മേഖലയിലെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ബേസിക് കാര്യങ്ങളല്ല, അതിൽ കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ വരുന്നത് IP ക്യാമറകളാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ IP ഫീൽഡിൽ നമ്മൾ നെറ്റ്വർക്കുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നൊരു കാലഘട്ടമാണ് ഈ ഒരു CCTV സർവൈലൻസ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിലുള്ളവർ തീർച്ചയായിട്ടും ആ ഒരു ക്യാമറകളെക്കുറിച്ചും അത്യാവശ്യം നോളജ് ഉണ്ടാവണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് നോക്കേണ്ടതെന്ന് വെച്ചാൽ DVR NVR നമുക്കിങ്ങനെ മനസ്സിലാവും. ഇപ്പോൾ നമ്മളൊരു സർവറിൽ പോയേക്കുന്ന അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് റൂമിൽ പോയേക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ഒരു റാക്കിൽ അവിടെ ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്, CCTV ഡിവൈസാണ്. അപ്പോൾ അത് DVR ആണോ NVR ആണോ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? അതായത് നമ്മളിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകണ്ട. നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ കേബിൾ നോക്കുക. അതായത് ആ ഒരു കേബിൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ DVR ആണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ അതിന് BNC കണക്ടർ കുത്താൻ പറ്റിയ BNC പിന്നുകൾ നമ്മൾ ഉണ്ടാവും. അതായത് ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലത്തെ BNC പോർട്ടുകൾ അതിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്നത് എന്താണ്? DVR ആണ്. അതായത് കൊയാക്സിൽ കേബിളാണ് അതിനുപയോഗിക്കുന്നത്. അത് മനസ്സിലാക്കിയിരിക്കുക. കൊയാക്സിൽ കേബിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? DVR വർക്ക് ചെയ്യുന്നത്. അതേസമയം നമുക്കതുപോലെ ഒരുപാട് വയറൊന്നും കാണുന്നില്ല. ജസ്റ്റ് ഒരു വയർ മാത്രമാണ് ഈ ഒരു ഡിവൈസിലോട്ട് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഒരു PoE സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. ഒരു സ്വിച്ചിൽ നിന്നാണ് പോകുന്നത്. അതെല്ലാം Cat6 കേബിൾ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നെറ്റ്വർക്ക് കേബിൾ Cat6 കേബിളാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത് NVR ആണ്. കാരണം NVR എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. അതായത് ആ ഒരു നെറ്റ്വർക്ക് ബേസ് ചെയ്തിട്ട് IP ക്യാമറകൾ ആണ് ഈ ഒരു NVRൽ വർക്ക് ചെയ്യുന്നത്. അതേസമയം DVR എന്ന് പറഞ്ഞാൽ അനലോഗ് ടെക്നോളജി, പഴയ ക്യാമറകൾ അല്ലെങ്കിൽ പഴയ സിസ്റ്റമാണ്. അതിൻ്റെ കൊയാക്സിൽ കേബിളാണ് വരുന്നത്. ഇതായത് ഈ ഒരു DVRലാണെങ്കിൽ എല്ലാ ക്യാമറയിൽ നിന്നും ഒരു 10 ക്യാമറ അവിടെ ഉണ്ട് അല്ലെങ്കിൽ 20 ക്യാമറ ഉണ്ടെങ്കിൽ 20 ക്യാമറയിൽ നിന്നും കേബിൾ നേരെ എവിടെ വരണം? ഈ ഒരു DVRൽ വരണം. DVRൽ വന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിൽ BNC പിന്നുകൾ ഇങ്ങനെ നിരത്തി പിടിച്ചിട്ടുണ്ടാവും. 4ൻ്റെ ആണെങ്കിൽ 4 8ൻ്റെ ആണെങ്കിൽ 8 16ൻ്റെ ആണെങ്കിൽ 16 42ൻ്റെ അമ്മാതിരി പിന്നുകളായിരിക്കും അവിടെ പ്രപ്രപ്രാന്ന് പറഞ്ഞ് വച്ചേക്കുന്നത് ആ ഒരു നെറ്റ്വർക്ക് ഒരു DVRൽ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആരെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ DVR ആണോ NVR ആണെന്ന് ചോദിച്ചത് DVR ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. തിരിച്ച് നോക്കാതെ തന്നെ അതിൻ്റെ മോഡൽ നമ്പർ നോക്കാതെ തന്നെ അടിപിടിച്ചിരിക്കുന്ന DVR ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു കൊയാക്സൽ കേബിളായിരിക്കും, അതുപോലെ നിരത്തി പിടിച്ച് പിന്നുകളുണ്ടാവും. ഇനി അതല്ല NVRലാണെങ്കിൽ നമുക്കതുപോലെ പിന്നുകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒറ്റ വയറായിരിക്കും, അതായത് Cat6ൻ്റെ വയറായിരിക്കും നേരത്തെ വന്ന് കയറുന്നത്. അപ്പോൾ അത് നേരെ വന്ന് കയറുമ്പോൾ അത് PoE സ്വിച്ചിലായിരിക്കും. അതായത് ഈ ക്യാമറ നെറ്റ്വർക്ക് ക്യാമറകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കേബിളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 20 കേബിൾ ഉണ്ടെങ്കിൽ ക്യാമറ ഉണ്ടെങ്കിൽ അത്രയും ഒരുമിച്ച് ഈ ഒരു NVRലോട്ട് വരേണ്ട ആവശ്യമില്ല. അതെല്ലാം ഒരു സ്വിച്ചിൽ വന്നിട്ട് ആ സ്വിച്ചിൽ നിന്നൊരു കേബിൾ ഈ ഒരു NVRലോട്ട് വന്നാലും മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി നമ്മുടെ ഈ ഡിവൈസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല NVRൻ്റെ കേസിൽ. പിന്നെ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന കേബിൾ Cat6ൻ്റെ കേബിളായിരിക്കും. Cat6 മീൻസ് എതർനെറ്റിൻ്റെ കേബിളായിരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന അതേ കേബിൾ തന്നെയായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിലൂടെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുന്ന, അതായത് റാക്കിലിരിക്കുന്നത് DVR ആണോ NVR ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു നെറ്റ്വർക്ക് എഞ്ചിനീയർ ആണെങ്കിലും ഈ ഒരു CCTVയുടെ ബേസിക് നോളജൊക്കെ അറിഞ്ഞിരിക്കുക. കാരണം പലപ്പോഴും നമുക്ക് ആവശ്യം വരും. പിന്നെ അതെല്ലാം നിങ്ങളൊരു ഫ്രീലാൻസിങ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കൊരു തൊഴിൽ നോക്കുന്ന ആളാണ്, ആ ഒരു ബിസിനസ്സുകാരനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നെറ്റ്വർക്കിങ്ങിൻ്റെ കൂടെ തന്നെ ഈ ഒരു CCTV മാത്രമല്ല ഹോം ഓട്ടോമേഷനും ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ IP ക്യാമറകളെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കുക.